ശുഭാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പ്രഷർ കുക്കറിൽ എങ്ങനെ ഒരു ഇറച്ചിച്ചോറ് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നതിനായിട്ട് ഇവിടെ ഞാൻ ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത 1/2 കിലോഗ്രാം വരുന്ന ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ചൂടായ പ്രഷർ കുക്കറിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം 2 സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി ഏകദേശം വഴണ്ട് നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ടൊമാറ്റോയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്തതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ്. ഇത് ചെറിയ സ്പൂണായതുകൊണ്ട് ഞാൻ 2 സ്പൂണായിട്ട് കാണിക്കുകയാണ്. അതേപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പൊടികൾ നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്ന വരെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. പൊടിയെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതായ ഇറച്ചിക്കൂട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇറച്ചി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേവിക്കാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ആദ്യം തീ കൂട്ടി വെച്ച് 1 വിസിൽ അടിച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് നമുക്കിതൊന്ന് 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് നമുക്കിതൊന്ന് വേവിക്കാം. ഇറച്ചി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള അരി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് അരിയാണ് എടുക്കുന്നത്. ചെറിയ അരി നോക്കിയാണ് എടുത്തിരിക്കുന്നത്. 3-4 വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയെടുത്ത അരിയാണ്. ഇത് നമുക്ക് കുറച്ച് സമയം കുതിർക്കാൻ വെക്കാം. കുക്കർ തുറന്ന് നോക്കാം നമ്മുടെ ഇറച്ചി വെന്തോ ഇല്ലയോ എന്ന്. അപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ എടുത്ത് ഈ ഇറച്ചി ഓരോന്നോരോന്നായിട്ട് കോരിയെടുക്കാം. വെള്ളം സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയാണ്. ഇതേപോലെ ഇറച്ചി കഷ്ണങ്ങൾ നമുക്ക് കോരി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതേ കുക്കറിൽ തന്നെ നമ്മൾ നേരത്തെ ഇറച്ചി വേവിച്ച ആ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 3/4 കപ്പോളം വെള്ളം കിട്ടിയിട്ടുണ്ട്. ഈ വെള്ളമാണ് ഞാനിതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് റൈസ് എടുത്തതുകൊണ്ട് നമുക്കിതിലേക്ക് 3 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ 3/4 കപ്പ് ഇറച്ചി വേവിച്ച വെള്ളവും ബാക്കി 2 കപ്പ് പച്ചവെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളച്ചതിന് ശേഷം നമുക്ക് ചോറിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്നതായ ആ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്നതായ ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത 1 പിടി മല്ലിയിലയും 1 പിടി പുതിന ഇലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ആദ്യം തീ കൂട്ടി വെച്ച് 1 വിസിൽ വന്നതിന് ശേഷം വീണ്ടും തീ ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് വേവിക്കാം. കുക്കർ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. നമ്മുടെ ഇറച്ചി ചോറ് ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ അരിയും ഇറച്ചിയും എല്ലാം നല്ല രീതിയിൽ വെന്തിട്ടൊക്കെ ഉണ്ട്. നല്ല പാകത്തിനെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഇറച്ചിച്ചോറ് ഞാനൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കാണിച്ചു തരാം. നമ്മുടെ ചോറൊക്കെ ആവശ്യത്തിന് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മുടെ ഇങ്ങനെ വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതൊക്കെ കാരണം കൊണ്ട് ചോറ് നല്ല സ്റ്റിക്കി ഒന്നും ആകാതെ നല്ല രീതിയിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ ഗോഡ് ബ്ലെസ് യു ഓൾ.